Hey everybody, welcome to JD's Garage. ഞാനൊരു EV യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി. എനിക്ക് വളരെയധികം കിട്ടുന്നൊരു ചോദ്യമാണ്, എങ്ങനെയുണ്ട്, ഹൗസ് യുവർ യൂസർ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് EV വാങ്ങിച്ചു, EV റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, ഹൗസ് ലിവിങ് വിത്ത് എൻ EV ഓൺ എ ഡെയിലി ബേസിസ് എന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, EV പലവരും മേടിക്കുന്ന ഒരു റീസൺ തന്നെ വെരി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് EV മേടിച്ചത്, ഇസ് ഇറ്റ് ടു സേവ് ദ വേൾഡ്, എന്താണ് ഉദ്ദേശം? ആൻഡ് ആ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ പലവരും ചോദിക്കാറുണ്ട്, EV ആക്ച്വലി കൂടുതൽ പൊല്യൂട്ടിംഗ് ആണ്, ഇതുണ്ടാക്കാൻ ഇത്ര ലിത്തിയം വേണം, ഇത്ര കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ റീസൈക്ലിംഗ് പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ പറയാറുണ്ട്. എന്നാൽ ഞാൻ EV മേടിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം രക്ഷിക്കാനായിട്ടോ അങ്ങനത്തെ ഒരു കാര്യത്തിനും വേണ്ടി അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആർഗ്യുമെൻറ്റും EV ഈസ് ഗോയിങ് ടു സേവ് ദ വേൾഡ് എന്നുള്ളതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു എപ്പിസോഡിൽ. EVs പല ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റെ പല നെഗറ്റീവ്സും ഉണ്ട്. യുനോ ദാറ്റ് വാർ സ്റ്റിൽ ഓപ്പൺ. ആൻഡ് സത്യം പറഞ്ഞിട്ട് എനിക്ക് അതിനുള്ള അത്രയും ഡേറ്റ ഇല്ല എൻ്റെ കയ്യിൽ ടു സേ ദാറ്റ് EV ഓടിച്ചുകൊണ്ട് ലോകം രക്ഷപ്പെടുമെന്നോ അങ്ങനെയൊന്നും. ആൻഡ് ഐ എം വെരി ഓൾഡ് സ്കൂൾ അറ്റ് ഹാർട്ട്. എനിക്ക് എൻ്റെ വിൻറ്റേജ് കാർസും ക്ലാസിക് കാർസും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഞ്ചിൻ ഒരു V8 ആണ്. സോ ലെറ്റ്സ് ലീവ് ഓൾ ദാറ്റ് എൻവയറമെൻറ്റൽ സേവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു EV ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ആൻഡ് എസ്പെഷ്യലി ഹൗ ടു യൂസ് എൻ EV ഫോർ ലോങ് ഡ്രൈവ്സ് ഇൻ ഇന്ത്യ. അത് വലിയൊരു കാര്യമാണ്. കാര്യം പലവരും EV മേടിക്കുന്നത് സ്മോൾ കാർസ് ആയിട്ടും അല്ലെങ്കിൽ സിറ്റിക്കകത്ത് ഓടിക്കാൻ വേണ്ടിയാണ് EV യൂസ് ചെയ്യുന്നത്. ഞാനും സിറ്റിക്കകത്ത് ഡെയിലി ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രിക് കാറാണ്, പക്ഷേ അത് ഈ വണ്ടി അല്ല. ഇറ്റ്സ് നാനോ ഇലക്ട്രിക് വിച്ച് ഐ യൂസ് ഓൺ എ ഡെയിലി ബേസിസ്. ഈ വണ്ടി ദിസ് ഇസ് മൈ 2021 MG ZS EV. നമ്മളെ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഈ വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടിയുടെ. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ അത് മേടിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു യൂസ് കേസ് അല്ല ഇപ്പോൾ ചെയ്യുന്നത്. കാര്യം സിറ്റിക്ക് ഐ പ്രിഫർ സ്മോളർ കാർസ് ഇൻ ദ സിറ്റി ആൻഡ് നാനോ ഡസ് മൈ ജോബ് വെരി വെൽ. ഈ വണ്ടിയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈവേയിലാണ്. ആൻഡ് ദിസ് ഈസ് ഹൈവേ ആക്ഷൻ ഓൾമോസ്റ്റ് എവറി മന്ത് ഒരു 2 അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ബെയർ മിനിമം നമ്മൾ കാണുന്നുണ്ട് ഈ വണ്ടിയിൽ. ബൈ റെഗുലർലി റൺ ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് ബാംഗ്ലൂർ അറ്റ്ലീസ്റ്റ് വൺസ് ഓർ ട്വൈസ് എ മന്ത് പോകുന്നതാണ്. അതേപോലെ ഈ വണ്ടി കൊണ്ട് ഹൈദരാബാദ്, പൂനെ, എല്ലായിടത്തും നെയ്മിറ്റ് ഞാൻ പോകാൻ പറ്റുന്നിടത്ത് എല്ലാം പോയിട്ടുണ്ട്. ചെന്നൈ, എവ്രിവെയർ ഐ ഹവ് ടേക്കൺ ദിസ് കാർ. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ ഐഡിയ. കാര്യം ഒരു EVയിൽ നമുക്ക് ലോങ് ട്രിപ്പ് പോകാൻ പറ്റുമോ, ലോങ് ട്രിപ്പ് പോകാൻ പറ്റില്ലേ, ഇസ് ഇറ്റ് എ പ്രാക്ടിക്കൽ വൺ കാർ ഫോർ എ ഫാമിലി, അതേപോലെ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ചലഞ്ചുകൾ, എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു ലോങ് ട്രിപ്പ് പോകാൻ പറ്റുന്നതെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ EVയുടെ കാര്യം പറയുമ്പോൾ, EV ലോങ് ട്രിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ജനറലി പറയുന്ന സാധനം, അയ്യോ അത് ചാർജ് ചെയ്യണം, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വിഷമമുള്ള കാര്യമാണ്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, റിലയബിൾ ആണോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്, ഓൾ ഓഫ് വിച്ച് വി വിൽ അഡ്രസ് ഇൻ ടുഡേയ്സ് എപ്പിസോഡ്. അപ്പോൾ EVയിൽ ലോങ് ട്രിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാവും. കാര്യം EVക്ക് റേഞ്ച് ഉണ്ടോ, വഴി നിന്ന് പോവോ, ചാർജിങ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു EVയിൽ ഒരു ലോങ് ട്രിപ്പ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് പ്ലാനിങ് ആവശ്യമാണ്. നമുക്ക് നേരെ പെട്രോൾ വണ്ടി പോലെ എടുത്തു പിടിച്ചോന്നും പറഞ്ഞ് നേരെ ചാടി കയറി പോയി 5 മിനിറ്റിൽ ഒരു പമ്പിൽ ചാർജ് ചെയ്ത് ലോങ് ട്രിപ്പ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ, ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ എങ്കിലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു കുറച്ച് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് EVയിൽ പോവാം. സോ നമുക്കൊരു EV യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഓക്കെ, ആദ്യം പറയാം, EV യൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ട്രിപ്പിന് ഒരു ലോഡ് ആപ്പുകൾ നമ്മുടെ ഫോണിൽ കയറും കേട്ടോ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ പ്ലഗ് ഷെയർ ആപ്പ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള സകലമാന ഇലക്ട്രിക് ചാർജേഴ്സും മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ വണ്ടിയുടെ ചാർജർ ഏതാണ്. ഇപ്പോൾ മേടിക്കുന്ന എല്ലാ വണ്ടിക്കും CCS ചാർജർ ആയിരിക്കും. DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് CCS2 ചാർജേഴ്സ് ആയിരിക്കും. സോ ഈ CCS2 ചാർജേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് മാപ്ഡാണ് നമ്മുടെ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ ആപ്പിൽ. പ്ലഗ് ഷെയറിൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെ ആപ്പും, എല്ലാ ചാർജ് പ്രൊവൈഡേഴ്സിൻ്റെ ആപ്പും അതിനകത്ത് മാപ്ഡാണ്. ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി പോവുകയാണ്, ഓക്കെ, ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ബാംഗ്ലൂർ വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പ്ലഗ് ഇൻപുട്ട് ചെയ്താൽ മതി. ഓക്കെ, യുവർ സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷൻ ആൻഡ് എൻഡ് ഡെസ്റ്റിനേഷൻ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ചും കൂടെ അതിനകത്ത് ഇടുക.
സോ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ARA പറയുന്ന ഫിഗർ എടുത്തിടരുത്, അതല്ല നമ്മുടെ വണ്ടിക്ക് ശരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു യൂസേജ് വെച്ചിട്ട് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചിടുക റേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഈ വണ്ടി എനിക്കൊരു ഓൺ ആൻ ആവറേജ് ഒരു 100-300 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഓടിച്ചാൽ കിട്ടും. ഞാൻ പക്ഷേ പ്ലഗ് ഷെയറിൽ ഇടുമ്പോൾ ഓൺ ആൻ ആവറേജ് ഞാൻ ഒരു 250 കിലോമീറ്റേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ റേഞ്ച് ഇടുക. കാര്യം ആ അവസാനത്തെ വറ്റ് വരെ വറ്റിക്കാനായിട്ട് എനിക്ക് ഉദ്ദേശമില്ല. ഇറ്റ്സ് എ റിസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 250 കിലോമീറ്റേഴ്സ് വെച്ചാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ വണ്ടിക്ക് ഇതിനേക്കാൾ റേഞ്ച് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാറ്റിയോ കൂട്ടുകയോ കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാൻ പറ്റും. അത്ര ഇട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് വിൽ പ്ലാൻ ഔട്ട് എ റൂട്ട് ഫോർ യു. ആൻഡ് ആ റൂട്ടിൽ നമുക്ക് കാണാം ഏതൊക്കെയാണ് ചാർജേഴ്സ് ഉള്ളത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഈ ഒരു റൂട്ട് ഇനീഷ്യലി പ്ലാൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ എത്ര സ്റ്റോപ്സ് വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. സോ നമ്മളിപ്പോൾ ഇൻപുട്ട് ചെയ്തു, നമുക്ക് ഇതിൻ്റെ റേഞ്ച് എത്രയുണ്ടെന്ന് മനസ്സിലായി, നമുക്ക് ഒരു റൂട്ട് ഇത് പറഞ്ഞു തരും. ഇപ്പോൾ റൂട്ട് പറഞ്ഞു തരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോകുന്ന വഴിക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ചാർജറും കൂടെ നമ്മൾ മനസ്സിൽ വെക്കുക. കാര്യം എല്ലായിടത്തും പോകുമ്പോൾ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല ഏതെങ്കിലും ചാർജറിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാർജറിൽ ചിലപ്പോൾ ഭയങ്കര ക്യൂ ഉണ്ടാവും. ഫ്രണ്ടിൽ 3-4 വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ പകരം നമുക്കൊരു ഓൾട്ടർനേറ്റും കൂടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ഇറ്റ് ഇസ് നോട്ട്. നിങ്ങൾ ആ ആപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിലാവും ദാറ്റ് ഇറ്റ്സ് വെരി ഈസി, നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മളിത് മാപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ സേ ഇഫ് യു ആർ ഗോയിങ് സേ ഒരു 500-600 കിലോമീറ്റേഴ്സ്, നമുക്ക് എങ്ങനെ പോലും 2 സ്റ്റോപ്പ് എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ യൂഷ്വലി ഞാൻ പോവുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പ്, ഒരു ലഞ്ച് സ്റ്റോപ്പ്, ഇത് വെച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഏതാണ് നമ്മുടെ ചാർജറിന് അടുത്തോട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടുള്ളൊരു ചാർജേഴ്സ്, മിക്ക ചാർജറിലും അങ്ങനെയാണ് കാണുന്നത്. നമുക്കൊരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അടുത്തുണ്ടാവും. സോ അത് വെച്ച് പ്ലാൻ ചെയ്തിട്ട് ജസ്റ്റ് പ്ലാൻ ഔട്ട് യുവർ റൂട്ട് ആൻഡ് നമുക്കതനുസരിച്ച് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആവാം. ഇപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പല ചാർജ് പ്രൊവൈഡേഴ്സും നമുക്കൊരു RFID കാർഡ് തരും. അപ്പോൾ RFID കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ വാളറ്റിൽ ആ പൈസ ലോഡ് ചെയ്യുകയാണ്. ആ പൈസ നമുക്കൊരു RFID കാർഡായിട്ട് കിട്ടും. അതാണ് ആ മെഷീനിൽ പോയിട്ട് നമുക്ക് വെറുതെ ടാപ്പ് ചെയ്താൽ മതി, യു ക്യാൻ സ്റ്റാർട്ട് ചാർജിങ്. അവിടെ പോയിട്ട് ആപ്പ് വെച്ച് ഫിഡിൽ ചെയ്യണ്ട, അതേപോലെ ഫോണിൽ റേഞ്ച് ഇല്ലേ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ വെച്ചിട്ടൊന്നും ചാർജ് തുടങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് കമ്പനിയുടെ ചാർജറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു RFID കാർഡും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും വളരെ സീംലെസ് ആയിരിക്കും. ഞാൻ എപ്പോഴും പൊതുവേ ഫോളോ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റൂട്ട് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഏതെങ്കിലും ഒരു ചാർജ് പ്രൊവൈഡറിൻ്റെ ചാർജേഴ്സാണ് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യാറുള്ളത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു ചാർജറിൻ്റെ യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ അവരുടെ വാളറ്റിൽ, ആ കമ്പനിയുടെ വാളറ്റിൽ നമ്മൾ പൈസ ആഡ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് അത് വെച്ചിട്ട് ആ അക്കൗണ്ടിൽ നിന്നാണ് പിന്നെ ഡെബിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചാർജിന് ബില്ലാവുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസാണ് യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അത് ചെയ്തേ പറ്റൂ. പക്ഷേ അത് മൾട്ടിപ്പിൾ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണയും വേറെ വാളറ്റിൽ പൈസ ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഇഫ് യു ആർ യൂസിങ് എ സിംഗിൾ കമ്പനി, നമുക്ക് ആ കാര്യം കുറച്ചും കൂടെ സീംലെസ് ആയിരിക്കും. സോ ആ കാര്യം കൂടെ ഒന്ന് നമ്മൾ ഈ പ്ലാനിങ് സ്റ്റേജിൽ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അതേപോലെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വണ്ടിക്ക് ഒരു 250 കിലോമീറ്ററാണ് റേഞ്ച് ഞാൻ പ്ലഗ് ഷെയറിൽ പ്ലാൻ ചെയ്യുമ്പോൾ വെക്കാറില്ലെന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു ഹൈവേ ട്രിപ്പിന് കമ്പനി പറഞ്ഞ പ്രിസ്ക്രിപ്റ്റ് മൈലേജ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യരുത്. നമ്മളത് ചെയ്യുവാണെങ്കിൽ വാട്ട് യു ഷുഡ് ഡൂ ഇസ്, നമ്മളൊരു ഹൈവേ ട്രിപ്പ് പോകുന്നതിന് മുമ്പേ നമ്മുടെ വണ്ടി ഒന്ന് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ആക്ച്വലി നമ്മുടെ ഡ്രൈവിങ്ങിൽ എത്ര കിട്ടുന്നു എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. അതിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എന്ത് സ്പീഡാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. കാര്യം എനിക്ക് പേഴ്സണലി ഏറ്റവും നല്ല റേഞ്ച് കിട്ടിയിട്ടുള്ളത് ഹൈവേ സ്പീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 90 പിടിക്കുമ്പോഴാണ്. നമ്മൾ 90 കഴിഞ്ഞ് ഒരു 110-120 ഒക്കെ എത്തുമ്പോഴേക്കും റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെയധികം ഡിപ്ലീഷൻ വരും. ആൻഡ് സോ ദാറ്റ് ഓൾ യുവർ കാൽക്കുലേഷൻസ് വിൽ ഗോ ഹേ വയർ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. ഒരു 90 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ്, യു ആർ സേഫ്. നമുക്ക് ഏതാണ്ട് ഈ കമ്പനി പറഞ്ഞ മൈലേജൊക്കെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു കാര്യം, ടെറൈൻ. കാര്യം ഇത് പലവർക്കും ഈ അബദ്ധം പറ്റിയതായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് കയറ്റം കയറുമ്പോൾ അവർ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഇത്രയും ലോസ് വരുമെന്ന്.
സോ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് MG ZS ഉള്ളതാണ്. പുള്ളി ഡെയിലി അത്യാവശ്യം നല്ല റേഞ്ച് ഹൈവേയിൽ ഓടിക്കുന്നതാണ്. അപ്പോൾ ഹി നോസ് ഹൈവേയിൽ എന്ത് കിട്ടുമെന്ന് പുള്ളിക്ക് അറിയാം. എന്നാൽ പുള്ളി ആ വണ്ടിയും കൊണ്ട് ഈ ഇടയ്ക്ക് കൊടൈക്കനാൽ പോയി. കൊടൈക്കനാൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ബഡ്ജറ്റ് പ്ലാനിങ് എല്ലാം തെറ്റി. ആൻഡ് അവിടെ എത്തിയപ്പോഴേക്കും ഏതാണ്ട് റേഞ്ച് തീർന്ന് ഓൾമോസ്റ്റ് സ്റ്റക്കായ അവസ്ഥ എത്തി. അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് കയറ്റമാണ്. കയറ്റം വരുമ്പോൾ EVസിന് അത്യാവശ്യം നല്ല രീതിയിൽ പവർ കൺസ്യൂം ചെയ്യും. നമ്മൾ സാധാരണ ഒരു ഗതിയിൽ വരുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല രീതിയിലാണ് EVയുടെ പവർ കൺസംഷൻ വരുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും അതിൻ്റെ കൺസംഷൻ നിൽക്കില്ല എന്നുള്ളത്. ഒരിക്കലെങ്കിലും നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരെയും വെച്ച് ഒരു വലിയൊരു ടൂർ പോകുന്നതിന് മുമ്പേ ഒരിക്കലെങ്കിലും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ കൺസംഷൻ എങ്ങനെ കൂടുന്നു കുറയുന്നു എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ദറ്റ് യു നീഡ് ടു ബഡ്ജറ്റ്. കയറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സാധാരണ റേഞ്ചിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡ്രൈവിംഗ് ആൻഡ് യുവർ കാർ, അത് കുറയണ പോലെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യുക. അതേപോലെ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ AC ഫുൾ ബ്ലാസ്റ്റിലായിരിക്കും. വെരി മൈനർ ഡിഫറൻസ് ആണ്, പക്ഷേ എങ്കിലും കുറച്ചൊരു മൈനർ ഡിഫറൻസ് അതിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൈമറി ആയിട്ട് മനസ്സിൽ വെക്കണം. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ദറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ വീട്ടിൽ സ്ലോ ചാർജറിൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ചാർജിങ് ഒരു വണ്ടിക്ക്. നമ്മൾ ഫാസ്റ്റർ ആവുന്നോറും എസ്പെഷ്യലി DCയിലോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് തെറ്റും. ആൻഡ് നമ്മൾ ഒരു ചൂടത്ത് കൊണ്ടേ ചാർജ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഹൈവേയിൽ എല്ലായിടത്തും ഇപ്പോൾ 40-45 ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ ഹൈവേ ടെമ്പറേച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റോട്ടിൽ നിന്ന് അടിയിൽ നിന്ന് അടിക്കുന്ന ചൂടും എല്ലാം കൂടെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും നേരെ കൊണ്ടേ ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിൽ നമുക്കൊരു 250-260 കിലോമീറ്റർ കിട്ടുന്നൊരു വണ്ടിയാണെങ്കിൽ നമ്മളത് ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഇറക്കി കഴിയുമ്പോഴേക്കും മേ ബി അതൊരു 220-230 ഒക്കെ ചിലപ്പോൾ വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ, ബിക്കോസ് യുവർ ബാറ്ററി ഈസ് ഓൾസോ ഹീറ്റഡ് അപ്പ് ആൻഡ് DC ചാർജിങ് അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് കീപ് ദീസ് പോയിൻറ്റ്സ് ഇൻ മൈൻഡ്. നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞു, നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാനായിട്ട് ചാർജിങ് ഉള്ള ഹോട്ടൽസിൽ നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഓവർനൈറ്റ് ട്രിപ്പ് പോകുകയെന്നുണ്ടെങ്കിൽ ഡു ചെക്ക് വിത്ത് ദ ഹോട്ടൽ ദാറ്റ് യു ആർ സ്റ്റേയിങ് ഇൻ. അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ഫെസിലിറ്റി അവർ തരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. കാര്യം നമുക്ക് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും യു ആർ റെഡി ടു ഗോ, കാർ ഇസ് ഫുള്ളി ചാർജ്ഡ്, ഫുള്ളി ബാലൻസ്ഡ്, എല്ലാം റെഡിയാണ്. സോ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. ആൻഡ് ആ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ നമ്മുടെ പോർട്ടബിൾ ചാർജർ, നമുക്ക് എല്ലാ വണ്ടിക്കും വരുമ്പോൾ ഒരു ചെറിയൊരു പോർട്ടബിൾ ചാർജറും കൂടെ ഉണ്ടാവും. ആ പോർട്ടബിൾ ചാർജർ മസ്റ്റായിട്ട് നമ്മൾ കയ്യിൽ കരുതണം. അത് ഒരു കാരണവശാലും വീട്ടിൽ വെച്ചിട്ട് പോരുത്. കാര്യം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് DC ചാർജർ കിട്ടിയില്ല, ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജറാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചാർജർ സെലക്ട് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു. ഹൗ ഡു യു സെലക്ട് എ ചാർജർ? സോ ഹൗ ഡു യു സെലക്ട് എ ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റി മനസ്സിലാക്കണം. സോ ചില വണ്ടികൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ചില വണ്ടികൾക്ക് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് ചാർജ് ആവുന്നത്. ഇപ്പോൾ ഈ വണ്ടി എനിക്കൊരു 60 kW ചാർജിങ് ഒക്കെ സുഖമായിട്ട് എടുക്കും. വേറെ ഇപ്പോൾ ഒരു നെക്സോൺ, ടിയാഗോ അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ അത് 25-26 kW ആ വണ്ടി ഇൻപുട്ട് ചാർജ് എടുക്കുന്നത് DC ചാർജറിൽ. ഇത് നോക്കേണ്ട ഒരു കാര്യം ക്രിട്ടിക്കൽ ആവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പല സിറ്റുവേഷനിലും പല കമ്പനീസിൻ്റെയും സ്പീഡ് അനുസരിച്ചാണ് ഈ ചാർജിങ്ങിൻ്റെ ടാരിഫ് മാറുന്നത്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ ചാർജർ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സിയോണാണ്. അപ്പോൾ സിയോണിനാണെങ്കിലും 25 kW 50 kW തമ്മിൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. യൂണിറ്റിന് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു 25 kW ഇൻപുട്ട് എടുക്കുന്ന വണ്ടി കൊണ്ട് ഒരു 60 kW ചാർജറിൽ കുത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. നമുക്ക് 60 kW ഒരു ബെനിഫിറ്റും കിട്ടില്ല. 25 kW തന്നെയായിരിക്കും അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും എക്സ്ട്രാ പൈസ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഒന്ന്, രണ്ടാമത് യു ആർ ഡിനൈങ് സമ്മൺ ഹു ക്യാൻ ചാർജ് ദ കാർ ഫാസ്റ്റർ. ഇപ്പോൾ വേറൊരു കാർ വരികയാണ്, ഇപ്പോൾ ഒരു BYD അല്ലെങ്കിൽ ഒരു MG വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് 60 kW കൊണ്ട് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പൈസ അവർ ചിലവാക്കിയാലും അവർക്ക് ദേ ക്യാൻ ചാർജ് ഫാസ്റ്റർ ആൻഡ് ഗോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും നമുക്കും ബാക്കിയുള്ളവർക്കും. പിന്നെ ചാർജിങ് സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടൽസിനോട് സൈഡിലായിട്ട് തന്നെ പല ചാർജേഴ്സും ഉണ്ടാവും. അഗൈൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് സിയോണിൻ്റെ ചാർജേഴ്സിലാണ് ഞാൻ കൂടുതലും ചാർജ് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മുടെ ഈ ഏരിയയിൽ വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു പ്രൊവൈഡറാണ്.
അപ്പോൾ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ ഏർലി മോർണിംഗ് ഇറങ്ങുവാണെങ്കിൽ വണ്ടി എപ്പോഴും ഫുൾ ചാർജ് ആയിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് അനദർ തിങ്. നമ്മൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യുവർ കാർ ഇസ് ഫുള്ളി ചാർജ്ഡ്, 100% ബാലൻസ്ഡ് റെഡി ആയിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. രാവിലെ ചാർജറിൽ നിന്ന് ഊരിയെടുക്കുക. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മന്ത്ലി റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി ബാംഗ്ലൂരാണ്. എല്ലാ മാസവും രണ്ടോ ചിലപ്പോൾ 3 പ്രാവശ്യം വരെ അടിക്കാറുണ്ട്. ഞാൻ നേരെ പോയിട്ട് വാളയാർ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും സിയോൻ്റെ ഒരു ചാർജറുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട്. അവിടെ പോവുക, വണ്ടി പ്ലഗ് ഇൻ ചെയ്തിടുക, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും കാർ ഇസ് ഫുള്ളി ചാർജ്ഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും എക്സ്ട്രാ ടൈം എടുക്കാറില്ല. അവിടെ നിന്ന് നേരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേലം എല്ലാം കഴിഞ്ഞ് കുറേയും കൂടെ പോയി കഴിയുമ്പോൾ വേറൊരു ചാർജറുണ്ട്, യൂഷ്വലി സിയോൻ്റെ തന്നെയാണുള്ളത്. അവിടെയും കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച് ആകുമ്പോഴേക്കും പ്ലഗ് ഇൻ ചെയ്തിടുക. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് അഗൈൻ ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും യു ആർ ഡൺ ആൻഡ് കാർ ഇസ് ഓൾസോ ഫുള്ളി ചാർജ്. രണ്ട് സമയത്തും ഓൺ ആൻ ആവറേജ് എനിക്കൊരു 30-35 മിനിറ്റ്സ് എടുക്കാറുള്ളൂ. അപ്പോൾ അത്രയും തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും എടുക്കുകയും ചെയ്യും. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ എൻ്റെ വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റെഗുലർ റൂട്ടീൻ ആൻഡ് ദിസ് വർക്ക്സ് വെരി വെൽ ഫോർ മീ. കാര്യം സാധാരണ ആൾക്കാർ പറയുന്ന അയ്യോ ചാർജ് ചെയ്യാനായിട്ട് 1-2 മണിക്കൂർ വെറുതെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണം. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് പ്ലാൻ ചെയ്താൽ ഇല്ല, പ്രൊവൈഡഡ് യുവർ കാർ ഹാസ് എ ഡീസൻറ്റ് ഇൻപുട്ട് സ്പീഡ് ഫോർ DC ചാർജിങ്. 25 കിലോവാട്ടിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എനിക്ക് കിട്ടുന്നതിൻ്റെ എക്സാക്ട് ഡബിൾ ടൈം എടുക്കും 25 കിലോവാട്ടിലുള്ള വണ്ടികൾ. അപ്പോൾ അതാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുള്ളത് EVസിൻ്റെ ദാറ്റ് ചാർജിങ് ഇൻപുട്ട് സ്പീഡ് ഇന്ത്യയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സോ നേരത്തെ പറഞ്ഞല്ലോ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അതിലത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റിവ്യൂസ് ഉണ്ട്. നമുക്ക് ആ ഒരു ചാർജർ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന റൂട്ടിലുള്ള ചാർജർ ലാസ്റ്റ് എപ്പോഴാണ് ഉപയോഗിച്ചത്, അതിന് വല്ല ഫോൾട്ട് ഉണ്ടായിരുന്നോ, ചിലപ്പോൾ ആൾക്കാർ പറയും സ്പീഡ് കുറവായിരുന്നു, സ്പീഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പവർ ഉണ്ടായില്ല, ഡിസ്കണക്റ്റഡ് ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും പറയാറുണ്ട്. സോ ആ കാര്യങ്ങൾ നമുക്കൊന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. തലേദിവസം അല്ലെങ്കിൽ മാക്സിമം 1-2 ദിവസത്തിന് മുമ്പേ വരെ ഏതെങ്കിലും റിവ്യൂ ഉള്ള ചാർജർ സെലക്ട് ചെയ്താൽ നമ്മൾ കുറച്ചുകൂടെ സേഫാണ്. സോ നമ്മൾ പ്ലഗ് ഷെയറിൽ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചാർജേഴ്സിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റും. ദാറ്റ് ഈസ് പാസ്റ്റ് കുറച്ച് ദിവസത്തിൽ ചാർജ് ആയിട്ടുണ്ടോ, അവിടെ വല്ലതും വർക്ക് ചെയ്തിട്ടുണ്ടോ, വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്ന് കാണാൻ പറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏത് ചാർജ് പ്രൊവൈഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവരുടെ കറണ്ട് ഇന്നത്തെ സ്റ്റേറ്റസും കൂടെ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ വല്ല ഫോൾട്ടിൽ നിന്നും എല്ലാം കാണിക്കുമായിരിക്കും. അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. ആ പ്രശ്നം നമ്മുടെ KCBയുടെ ചാർജറിന് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ ഒന്നും കാണാണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സ്റ്റേഷൻ കറണ്ട് ഉണ്ടാവില്ല. അതെനിക്ക് ഏറ്റവും കൂടുതൽ KCBയിൽ പറ്റിയിട്ടുള്ള അതാണ്, കറണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇതൊക്കെയാണ് നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വൈൽ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ലോട്ട്, ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ്. കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ചൊരു ചാർജർ എറ്റിക്കറ്റാണ്. കാര്യം നമ്മളൊരു ചാർജറിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ EVs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും ഏർലി അഡോപ്റ്റേഴ്സാണ് ഈ ഒരു ടെക്നോളജിയിലോട്ട്. ആർക്കും പ്രത്യേകിച്ച് അധികമൊന്നും അറിയാൻ പാടില്ല. എല്ലാവരും ഓരോ ഡെയിലി ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. അപ്പോൾ ഒരു ഫാമിലിയാണിത്. അപ്പോൾ എല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് ഇതെല്ലാം പറയുന്ന അഗൈൻ ഇതൊരു ടെക്സ്റ്റ് ബുക്ക് റൂളൊന്നും അല്ല കേട്ടോ. ഞാനിത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറയുന്നതാണ് ഓഫ് യൂസിങ് ദിസ് കാർ ഫോർ 3 years. കാര്യം വേറെ ഇതിനകത്ത് ആരും ഒരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ഇതൊരു പുതിയ ടെക്നോളജിയാണ് എല്ലാവർക്കും. സോ ഞാൻ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാർജറിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വണ്ടിക്ക് ഒത്ത സ്പീഡിനുള്ള ചാർജർ കണക്ട് ചെയ്യുക. നമ്മുടെ വണ്ടി 25 കിലോവാട്ട് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 60 കിലോവാട്ട് ചാർജറെ കൊണ്ടേ കുത്താണ്ടിരിക്കുക. ഇഫ് ദർ ഇസ് എൻ ഓപ്ഷൻ ഓഫ് ബോത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, കിട്ടുന്ന ചാർജർ കുത്താന്നേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർജിങ് സ്പീഡ് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം. കാര്യം നമ്മളിപ്പോൾ ഒരു 20%ലാണ് നമ്മൾ കുത്തണമെന്നിരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ ദിസ് കാർ MG 20%, ഞാൻ ഒരു 60 കിലോ വാട്ട് ചാർജറിൽ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ഫുൾ 60 കിലോ വാട്ട് തന്നെ കിട്ടും.
പക്ഷേ എന്നാൽ ആസ് ദ ബാറ്ററി പെർസെൻറ്റേജ് ഗോസ് അപ്പ്, ഞാനൊരു 80% എത്തിക്കഴിയുമ്പോഴേക്കും ഈ ചാർജിങ് സ്പീഡ് നല്ലോണം കുറഞ്ഞ് ഒരു ചിലപ്പോൾ ഒരു 25, 23, 15 അങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും. നമ്മൾ ആസ് ദ ബാറ്ററി പെർസെൻറ്റേജ് ഇൻക്രീസസ് ഈ ചാർജിങ് സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഒരു 95%, 93% ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അണ്ടർ 10 കിലോ വാട്ടിലാണ് ഈ വണ്ടി ചാർജ് ആവണത്. അപ്പോൾ നമ്മൾ അത്രയും നേരം അത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്ത ചാർജർ വരെ എത്താൻ 80% റേഞ്ചിൽ എത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ്. കാര്യം 80% വരെയാണ് നമുക്ക് ട്രൂലി ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നത്. നമ്മൾ ഒരു ചാർജർ കുറേ ഉള്ള ഒരു റൂട്ടാണ്, സേ കൊച്ചി ബാംഗ്ലൂർ, കൊച്ചി ചെന്നൈ, ഇങ്ങനത്തെ റൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% വരെ ചാർജ് ചെയ്തിട്ട് കുറച്ചുകൂടെ പോയിട്ട് ഒന്നും കൂടെ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ 100% ആവുന്ന വരെ കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഒരു 0 to 80 അത്ര തന്നെ സമയം മിക്ക വണ്ടികൾക്കും എടുക്കും 80 to 100 ആവാനായിട്ട്. സോ അതിൽ വലിയൊരു അർത്ഥമില്ല. ആൻഡ് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് സമയം വേസ്റ്റാണ്, രണ്ടാമത് ബാക്കിൽ വേറെ വണ്ടികളുണ്ടെങ്കിൽ അവർക്കും സമയം വേസ്റ്റാണ്. കാര്യം 5 കിലോ വാട്ടിൽ തീർന്നു വരുമ്പോഴേക്കും ഒരുപാട് നേരം പോകും. അപ്പോൾ അതുകൊണ്ട് ജനറലി ആ ഒരു ഇത് ഫോളോ ചെയ്യുക. 80% ആകുമ്പോൾ നിർത്തിയിട്ട് പോകാം. പല ഡീലർഷിപ്പുകളും പല മാനുഫാക്ചറേഴ്സും എല്ലാ തവണ 100% ആക്കണം എന്നൊക്കെ പറയാറുണ്ട്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. കാര്യം ഫാസ്റ്റ് ചാർജിങ്ങിൽ നമുക്ക് എല്ലാ തവണയും 100 ആക്കേണ്ട ആവശ്യമില്ല. 80% നിർത്തുന്നതാണ് ബാറ്ററി ഹെൽത്തിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും നല്ലത്. ആൻഡ് ഇപ്പോഴത്തെ ഈ ചൂടിൽ എസ്പെഷ്യലി എയർ കൂൾഡ് EVs ഒക്കെ ഉണ്ട്, 1-2 വണ്ടികളുണ്ട്. സോ ആ വണ്ടികളൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ DC ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പീഡ് തന്നെ ഫുൾ ഇത് ഓൾ ത്രൂ കിട്ടുകയുള്ളൂ. സോ ജനറലി ബി എ ലിറ്റിൽ കൈൻഡ് ടുവേർഡ്സ് അതേഴ്സ്. 80% ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറ്റി വിട്ടാൽ എല്ലാവർക്കും കുറച്ചുകൂടെ ഈസിയർ ഡേ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത് അഗൈൻ വളരെ ബേസിക് ആയിട്ട് തോന്നും, പക്ഷേ അഗൈൻ പേഴ്സണൽ എക്സ്പീരിയൻസ്, പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡീസൻ്റായിട്ട് പാർക്ക് ചെയ്യുക. കാര്യം പലവർ 2-3 ചാർജറൊക്കെ ഉള്ളത് നടുക്കി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ട് they'll just leave. അപ്പോൾ വേറൊരാൾക്ക് അവിടെ കയറാനോ ഇറങ്ങാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ജനറലി കാറിൻ്റെ അടുത്ത് എവിടെയെങ്കിലും അവൈലബിൾ ആവുക. കാര്യം പലപ്പോഴും എനിക്കൊരു സിറ്റുവേഷൻ ഇപ്പോൾ അധികം ഈയിടയ്ക്കായിട്ട് അത് കാണാറില്ല, പക്ഷേ എങ്കിലും തുടക്കത്തിലൊക്കെ എന്ന് പറയുമ്പോൾ വണ്ടി കുത്തിയിട്ടിട്ട് അവർ വല്ല വഴിക്കും പോകും, പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെയൊക്കെ ആയിരിക്കും വരുന്നത്, കാറിവിടെ ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. ആൻഡ് വിൽ ബി വെയിറ്റിംഗ്. നമുക്കൊരു വഴിയില്ല ഈ പറഞ്ഞ യൂസേഴ്സിനെ പിങ് ചെയ്യാനായിട്ടോ വിളിക്കാനായിട്ടോ ഒന്നും. അപ്പോൾ 100% ആയി ആ വണ്ടി ഡിസ്കണക്റ്റ് ആയെങ്കിലും നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം വന്നിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നമ്മൾ ജനറലി ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഒരു ഫോണിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിക്ക് ഫോൺ മോണിറ്ററിങ് ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ചാർജ് പ്രൊവൈഡേഴ്സിൻ്റെ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും എത്ര പെർസെൻറ്റേജ് ഉണ്ട്, നമ്മുടെ ബാറ്ററി എവിടെ വരെ ആയി എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക. ചാർജ് തീർന്ന ഉടനെ വണ്ടി നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് ഇനഫ് മണി ഇൻ യുവർ വാളറ്റ് ടു ചാർജ് ദ കാർ ഫുള്ളി. കാര്യം പല സിറ്റുവേഷൻസിലും പകുതി എത്തിക്കഴിയുമ്പോഴായിരിക്കും പൈസ അതിൻ്റെ അകത്ത് തീർന്നു പോയെന്ന് കാണുന്നത്. അങ്ങനെ ചാർജിങ് അത് നിൽക്കുകയും ചെയ്യും. സോ നമുക്കും വേസ്റ്റ്, എല്ലാവർക്കും ഒരു ടൈം വേസ്റ്റാണത്. അതേപോലെ വേറൊരു കാര്യം, ഒരുവിധം വണ്ടികൾക്ക് എല്ലാവർക്കും AC വർക്ക് ചെയ്യും ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ. ചെയ്യാൻ പാടില്ല എന്ന് പലവരും പറയും. ഞാൻ പല സിറ്റുവേഷൻസിലും ചെയ്തിട്ടുണ്ട്. കാര്യം ചില സമയത്ത് നമുക്ക് പുറത്ത് വെറുതെ empty ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാനായിട്ടോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് വെയിൽ കൊണ്ട് ഞാൻ ചാവുന്നേക്കാളും ഭേദം AC ഇട്ടിട്ട് കുറച്ച് ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റുന്നതാണ്. സോ യുനോ ദ ജൂറി സ്റ്റിൽ ഔട്ട് ഓൺ ദാറ്റ്. പക്ഷേ പല സിറ്റുവേഷൻസിൽ ഞാൻ AC ഇട്ടിരുന്നിട്ടുണ്ട് ചാർജ് ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഒക്കെ അത്യാവശ്യം ചില സമയത്ത് കുറച്ച് നിഗിൾസ് ഉണ്ടാവാറുണ്ട്. കുറച്ച് പേഷ്യൻ്റായി സ്ലോ ആയി ഒന്ന് ചെയ്യുന്നതാണ് നല്ലത്. പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഈ സാധനം വെച്ച് ആൾക്കാർ റെസ്ലിംഗ് ആയിരിക്കും, ഈ പ്ലഗ് വലിച്ചൂരാൻ വലിച്ചിടാനായിട്ടും എല്ലാത്തിനും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാമായിട്ട് ചെയ്യുക. പല സിറ്റുവേഷൻസിലും ഈ ചാർജർ ഇറങ്ങി വരാത്ത പല കേസുകളുണ്ട്. ഏർലി നെക്സോൺസിനൊക്കെ അത് കണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നു, ആരും അങ്ങനെ പറഞ്ഞു കേൾക്കണില്ല. പക്ഷേ നെക്സോൺ ആണെങ്കിൽ ആ സമയത്ത് ഒരു കേബിൾ ഉണ്ടായിരുന്നു റിയർ വീൽ ആർച്ചിൻ്റെ അകത്ത്, ഫോൾ പ്ലേസസ്, ഈ ഫ്ലാപ്പ് തുറക്കാനായിട്ട്. അതേപോലെ ഇപ്പോൾ വരുന്ന ടാറ്റയുടെ വണ്ടികൾക്കൊക്കെ ഫ്രണ്ടിൽ തന്നെ ഒരു റിലീസ് ബട്ടൺ കാണുന്നുണ്ട്. സോ ഇൻ കേസ് ഇറ്റ് ഡസൻറ്റ് റിലീസ് ഓൺ ഇറ്റ്സ് ഓൺ ഇവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ MGക്ക് ആണെങ്കിലും ഫ്രണ്ട് ഗ്രില്ലിൻ്റെ അവിടെ ഒരു കേബിൾ ഉണ്ട്, നമ്മുടെ ചാർജർ ഇതേപോലെ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു ഊരാനായിട്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി പ്ലാൻ ചെയ്ത് പതുക്കെ നോക്കിയിട്ട് ഊരുക. ഒരിക്കലും ഈ ചാർജർ നേരെ വലിച്ചു ഊരാൻ നോക്കരുത്. കാര്യം അത് ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ചാർജറും കേടാവും, നിങ്ങളുടെ വണ്ടിയും കേടാവും. ആൻഡ് ചാർജറും ചിലപ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടി വരില്ല, വണ്ടിക്ക് ഉറപ്പായിട്ടും പേ ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ്. ആൻഡ്
അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ വിളിക്കുക. കസ്റ്റമർ കെയർ എല്ലാ കമ്പനീസിൻ്റെ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിൻ്റെ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല കസ്റ്റമർ കെയറാണ്. വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടും എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ആൻഡ് യു ആർ മോർ ഓർ ലെസ് കവേർഡ് ഇൻ ദാറ്റ് വേ. ആൻഡ് അതേപോലെ വേറൊരു കാര്യം, പലവരും ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എമർജൻസി ബട്ടൺ അങ്ങോട്ട് അമർത്തും. സോ ചാർജറിൽ എമർജൻസി എന്നും പറഞ്ഞൊരു റെഡ് ബട്ടൺ ഉണ്ടാവും. ഈ എമർജൻസി ബട്ടൺ ശരിക്കും എമർജൻസിക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്, എല്ലാ ചാർജ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. കാര്യം എമർജൻസി മര്യാദയ്ക്ക് റിലീസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ചാർജർ പിന്നെ ഡിസേബിൾഡ് ആയിട്ടാണ് കാണിക്കുക. വേറെ ആരെങ്കിലും ആപ്പിൽ നോക്കി കഴിയുമ്പോഴേക്കും ഈ ചാർജർ വർക്കിംഗ് അല്ല എന്ന് കാണും. അതോടെ അവരുടെ പ്ലാൻസ് എല്ലാം തെറ്റും. വൈൽ ദ ചാർജർ വുഡ് ഹാവ് ബീൻ വർക്കിംഗ്. സോ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഈ ചാർജർ യൂസ് ചെയ്യുന്ന കാര്യം ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ട് യൂസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. അതേപോലെ വേറൊരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു റിവ്യൂ പ്ലഗ് ഷെയറിൽ റിവ്യൂ നോക്കിയിട്ട് പോകണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിറ്റി എഫേർട്ടാണ്. നമ്മളും പ്ലഗ് ഷെയറിൽ ഇത് കഴിയുമ്പോൾ നമ്മുടെ റിവ്യൂവും കൂടി ഇടുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് അതർ പീപ്പിൾ ഓൾസോ ആൻഡ് ദാറ്റ്സ് ഹൗ ദിസ് ഹോൾ തിങ് ഗ്രോസ്. അഗൈൻ ഞാൻ ആദ്യം പറയാം, ലൈക്ക് ഇതൊരു സ്പോൺസേർഡ് ആഡോ സ്പോൺസേർഡ് പോസ്റ്റോ വീഡിയോ അല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ പേര് പറയുന്നു എന്നേ ഉള്ളൂ. ആൻഡ് ഇതിന് വേറെ പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പൊക്കെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും ആരാണെങ്കിലും. ഓക്കെ, ഇതെല്ലാം മാറി നിൽക്കട്ടെ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ വെരി 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 ഗുഡ്. ഞാൻ EV മേടിച്ചിട്ട് അത്യാവശ്യം വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ 3 ഇയേഴ്സായി ഇത്രയും റെഗുലർ ഹൈവേ റൺസ് ഓടിക്കുന്നിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് EV വാങ്ങിച്ചതിൽ. ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലോകം രക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല. ഇത് എനിക്കൊരു ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ഒരു ഏർലി അഡോപ്റ്റർ ആണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഇതിനേക്കാളും ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നൊക്കെ അറിയാം. ബട്ട് എങ്കിലും നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി അത് അറിയാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ തന്നെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു തിയറിയിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങുന്നത്. ആൻഡ് ഓൾസോ ഇത് നല്ല ഇക്കണോമിക്കലാണ് യൂസ് ചെയ്യാനായിട്ട്. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകാനായിട്ട് എനിക്ക് എവറി ട്രിപ്പിന് ഇപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് 1000 റുപ്പീസാണ്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് അതും ഞാൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചാർജ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞൊരു റേറ്റ് ഒരു 1000, 1100 എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. വേറെ പല കമ്പനീസിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും സിഗ്നിഫിക്കൻ്റ്ലി ചീപ്പറാണ്. ആക്ച്വലി സിഗ്നിഫിക്കൻ്റ്ലി ചീപ്പർ. ഒരു യൂണിറ്റിന് ഏതാണ്ട് 8-10 രൂപ വരെ വ്യത്യാസം വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പുതിയ വന്ന കമ്പനീസിനെല്ലാം. ഞാൻ പിന്നെ കൂടുതലും ഇതിൻ്റെ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടാണ് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇനി പുതിയ ബ്രാൻഡ്സ് ഞാൻ പരീക്ഷിക്കുന്നതായിരിക്കും. സോ ഞാൻ അഗൈൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് സിയോണാണ്. സിയോണിൻ്റെ അത്യാവശ്യം നല്ല റിലയബിൾ സർവീസാണ്. ചാർജേഴ്സ് നല്ലതാണ്. എല്ലാ ചാർജറിൻ്റെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 കാരണം കൊണ്ട് കസ്റ്റമർ കെയർ വളരെ നല്ലതാണ്. ആൻഡ് സ്പീഡും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ആപ്പ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അഗൈൻ സ്പോൺസർഡ് പോസ്റ്റ് അല്ല. സോ പക്ഷേ ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആപ്പ്. കാര്യം ഒരു യൂണിറ്റിന് പലപ്പോൾ 23-24 രൂപയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം അഗൈൻ ആ സേവിങ്സ് എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം കേരളത്തിൽ കയറി വരുന്നതാണ്. ഇപ്പോൾ ചാർജ് മോഡ് അത്യാവശ്യം കുറേ KSEB ആയിട്ട് ടൈപ്പിൽ ചാർജ് മോഡിന് കുറേ സ്റ്റേഷൻസ് ഉണ്ട്. അതേപോലെ ഗോ ഈസിക്ക് കുറേ സ്റ്റേഷൻസ് ഉണ്ട്. ഈ 2 പ്രൊവൈഡേഴ്സും അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ്ലി ചീപ്പറാണ്. ഞാൻ ഈ പറഞ്ഞ റേറ്റിനേക്കാളും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അഗൈൻ ഈ 2 പേരും നല്ലോണം ചീപ്പറാണ്. ഗോ ഈസിക്കും അഗൈൻ അത്യാവശ്യം നല്ലോണം ഫാസ്റ്റ് ചാർജേഴ്സൊക്കെ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ ഗ്രേറ്റ്. ഇപ്പോൾ അവരും റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ സൈഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാലക്കാട് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ ഗോ ഈസിയുടെ ചാർജർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചാർജിങ് വാസ് വെരി സീംലെസ്. ഒരു കുഴപ്പമില്ലായിരുന്നു. ചാർജ് മോഡ് അഗൈൻ കുറച്ച് ഇഫിയാണ്. പലപ്പോഴും വർക്കിയും പലപ്പോഴും വർക്കിയില്ല. കസ്റ്റമർ കെയർ വിളിക്കണം എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എങ്കിലും ജനറലി ഓക്കെ. പിന്നെ കേരളം വിടുമ്പോൾ ജിയോ ബി പി അടിപൊളി ചാർജേഴ്സാണ്. ചീപ്പാണ്. 13 രൂപ ആ റേഞ്ച് എങ്ങാണ്ടേ വരുന്നുള്ളൂ യൂണിറ്റിന്. ബട്ട് ഇതെല്ലാം ജിയോൻ്റെ പമ്പിലാണ്. അവിടെ പമ്പിൽ ഇറങ്ങി പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. റെസ്റ്റോറൻറ്റ്സ് നമ്മുടെ ഈ ഷെല്ലിൻ്റെ ബങ്കൊക്കെ പോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നൗ ഒന്നും വന്നിട്ടില്ല. സോ അതൊരു പ്രോബ്ലമാണ്. ബട്ട് അഗൈൻ ഇപ്പോൾ ജിയോൻ്റെ ചാർജർ ഫുള്ളാണെങ്കിൽ ഞാൻ യൂഷ്വലി ജിയോയിലാണ് പോകാറുള്ളത്. ഞാൻ ഒരു കാരണവശാലും എടുക്കാത്ത ചാർജേഴ്സ് എന്ന് പറയുമ്പോൾ ടാറ്റ പവർ ബൈ ഫാർ എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ചാർജേഴ്സാണ്. ഒന്നാമത് അവരുടെ മെഷീൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ല കോളേജ് ഡിഗ്രി എടുക്കേണ്ടി വരും. കാര്യം അതുപോലത്തെ ഒരു മെഷീൻ, ഒരു ഏൻഷ്യൻറ്റ് ലുക്കിംഗ് ഡിവൈസാണ് മിക്ക ഞാൻ കണ്ടിട്ടുള്ള ടാറ്റ പവറിൻ്റെ ചാർജർ എല്ലാം അങ്ങനെയാണ്.
പിന്നെ 25 കിലോ വാട്ടിലേ ചാർജ് ചെയ്യുള്ളൂ. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടില്ല, നമുക്ക് കട്ടായി പോവും, മൾട്ടിപ്പിൾ ടൈംസ് കട്ടായി പോവും. സോ ഓൾ ദാറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഇറിറ്റേറ്റിംഗ്. അതുകൊണ്ട് ടാറ്റ പവർ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഉള്ളത് HP പമ്പുകളിൽ ചാർജർ വന്നിട്ടുണ്ട്. അത് ചാർജറിൽ കാണും, ചിലപ്പോൾ പ്ലഗ് ഷെയറിൽ കാണും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരതിൻ്റെ മറ്റേ കവർ പോലും അഴിച്ചിട്ടുള്ള, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്നുള്ളൊരിതാണ്. അവർ എന്തിനോ വേണ്ടി ചെയ്ത ഒരു ഇതാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു അവർ കണ്ട ഇലക്ട്രിക് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പെട്രോളിന് അടിച്ച് പൊക്കോന്ന് കാണിക്കാൻ വേണ്ടി എങ്ങാണ്ട് ചെയ്ത പോലത്തെ ഒരു സെറ്റപ്പാണത്. അപ്പോൾ അതുകൊണ്ട് ഈ BP ചാർജേഴ്സ് എല്ലാം കുറച്ച് ഇഫിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും യൂസ് ചെയ്യാറില്ല. പിന്നെ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ സ്റ്റാറ്റിക്കിൻ്റെ ചാർജേഴ്സ് വലിയ കുഴപ്പമില്ല, ഇപ്പോൾ അവർക്ക് ചാർജിങ് ഫ്രീ ആണ്. സോ ദാറ്റ്സ് ഗ്രേറ്റ്. അതേപോലെ നോർത്തിലോട്ട് പോകുന്നോറും പിന്നെ പല പുതിയ ബ്രാൻഡ്സും വരുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റേറ്റ് ഓഫ് ചാർജേഴ്സ് ഹാസ് ഇൻക്രീസ് ഡ്രാസ്റ്റിക്കലി. ഞാൻ എടുക്കുന്ന സമയത്ത് നിന്ന് ദാറ്റ് ഇസ് 2021 തൊട്ട് ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചാർജേഴ്സിന് നമ്പർ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ എസ്പെഷ്യലി വളരെയധികം കൂടിയിട്ടുണ്ട്. തമിഴ്നാടും കർണാടകയും നല്ലോണം കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചാർജസ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ആൻഡ് ഫോളോഡ് ബൈ എനിക്ക് കേരള ഐ തിങ്ക് 5th പ്ലേസ് എങ്ങാണ്ടാണ് ഇന്ത്യയിലത്തെ ചാർജർ റാങ്കിങ്ങിൽ. സോ അപ്പോൾ കേരളത്തിൽ നമുക്കൊരു ഹാഫ് ഡീസൻറ്റ് ഏത് EV എടുത്താലും കേരളം ഫുൾ ഒരു കുഴപ്പമില്ലാണ്ട് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഐഡ് സേ കേരള, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റുകളിൽ നമുക്കൊരു EV യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് റോഡ് ട്രിപ്പും പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡോട് റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് യൂഷ്വലി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്ന പല ഡൗട്ടുകളാണിത്. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പലവരും ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഗൈഡാണ്. ദിസ് ഇസ് വാട്ട് ഐ ഡു. ഞാനൊരു റോഡ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു EVയും കൊണ്ട് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് ദ എമൗണ്ട് ഓഫ് സേവിങ്സ് ഓൺ ഇറ്റ് ആർ ഹ്യൂജ്. നമുക്ക് ഇതിൽ കിട്ടാവുന്ന കംഫർട്ടും അതേപോലെ സേവിങ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ EVs ആക്ച്വലി ആർ എ ഗുഡ് ഡീൽ. ആൻഡ് പേഴ്സണലി ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ കുറേ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വിലയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാനിത് മേടിക്കുമ്പോൾ ക്രെറ്റ, സെൽറ്റോസ് അങ്ങനത്തെ വണ്ടികളായിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് ആണ് മേടിച്ചത്. ആൻഡ് ആ ഒരു ഇതിൽ ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ആ വണ്ടികളൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഐ തിങ്ക് ദിസ് ഡസ് ബെറ്റർ. സോ ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് ഇപ്പോൾ ഇതിന് വില നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. 20 lakhs തൊട്ട് അവൈലബിൾ ആണ് ZS EV. അപ്പോൾ ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റിക്വസ്റ്റ് ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യണമെന്നുള്ളത്, ഓൺ ഹൗ ദിസ് കാർ ഇസ് ആൻഡ് ലിവിങ് വിത്ത് ദിസ് കാർ. ആൻഡ് അത് ഉടനെ തന്നെ നമുക്ക് ഈ ചാനലിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ EV സംബന്ധമായിട്ട് വേറെ വല്ല ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഈ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓൾസോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.